ഹലോ വാട്സ്ആപ്പ് ഗൈസ്, ഹൗ ഡു യു വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ മച്ചാമാരെ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D ആയിട്ടാണ് മച്ചാമാരെ. സോ അപ്പോൾ നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പറ നടക്കുമായിരുന്നു. സോ അപ്പോഴാണ് ഈ ഫ്രണ്ട് ഫോൺ വിളിച്ചത്. സോ എൻ്റെ ഫ്രണ്ട് യാഷ് ഒരു പുതിയ വണ്ടി മേടിച്ചു. BMW കാറ് മേടിച്ചുകൊണ്ടാണ് മച്ചവരെ പറഞ്ഞത്. സോ എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കേട്ടപ്പോൾ തൊട്ട് BMW ഓടിക്കണം അവൻ്റെ നിന്ന് മേടിച്ച് ഒരു റൗണ്ട് ഓടിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു. സോ എന്തായാലും നമുക്ക് നമ്മുടെ ഓട്ടോ പണി ഇന്ന് നമ്മൾ ലീവാണ്. കാരണം നമ്മളിന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അടിച്ച് പൊളിക്കാൻ പോവാണ് വെച്ചാൽ അവിടുത്തെ BMW കാര്യങ്ങളൊക്കെ തന്നെ ഓടിച്ച് സീനാക്കി എടുക്കാൻ പോകും. അതുകൊണ്ട് ഇന്ന് നമ്മൾ എന്തായാലും ഓടാൻ പോകുന്നില്ല. എന്തായാലും നമ്മൾ BMW ഒക്കെ ഓടിക്കാനായിട്ട് പോകുന്നല്ലോ, ഒരു ഇച്ചിരി ഗെറ്റപ്പിൽ പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് മച്ചാനെ. നമുക്ക് എന്തായാലും ഫ്രണ്ടിൻ്റെ BMW എങ്കിൽ BMW, ഓട്ടോറിക്ഷ പെട്രോളൊക്കെ ഫുള്ള് ഉണ്ടായിരുന്നു മച്ചന്മാർ ഓട്ടോറിക്ഷയിൽ, അതുകൊണ്ട് സീനില്ല. സോ ഗൈസ്, എന്നാലും നമ്മുടെ ഫ്രണ്ട് BMW ഒക്കെ മേടിച്ചു എന്ന് പറഞ്ഞപ്പം എന്തോ ഒരു ഇത് ഗൈസ്. അപ്പം എന്തായാലും നമ്മൾ അത് ഓടിക്കാൻ പോവല്ലേ, പിന്നെ എന്നാത്തിന് വേറെ ടെൻഷൻ ഒന്നും ഇല്ല ഗൈസ്. എന്നാലും നമ്മുടെ ഫ്രണ്ട് BMW കാലത്തിന് മേടിച്ചിട്ടുണ്ട് മച്ചാൻ. നമ്മൾ ഒറ്റൊരു ഓട്ടം ഓടാനായിട്ട് പോകുന്നില്ല ഗൈസ്, കാരണം BMW ഓടിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഒറ്റൊരു ഓട്ടം ഞാൻ ഓടാൻ പോകുന്നില്ല. മോനെ എനിക്കൊന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോണായിരുന്നു. ഞാൻ പൈസ കൂടുതൽ തന്നെ തരാം, എനിക്കൊന്ന് കൊണ്ടുപോകും എന്നെ. ഇല്ല ചേട്ടാ, ഇന്നത്തെ ദിവസം എന്ത് പറഞ്ഞാലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ ഭയങ്കര തിരക്കില്ല ചേട്ടാ, അതുകൊണ്ടാ. ഈ ഗൈസ് ഫൈനലി അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്ത് വന്നിട്ടുണ്ട് മച്ചാനെ. സീൻ ദൂ അത് കാണുന്ന BMW അല്ലേ? യെസ് മച്ചാൻ, നമ്മൾ ഇന്ന് BMW ഓടിച്ച് മരിക്കും, അത്രേ ഉള്ളൂ യെസ്. ചേട്ടാ നമ്മൾ നേരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് മച്ചാനെ. ഈ എൻ്റെ പൊന്നി BMW, വാവ് ഗൈസ്, BMW. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് അടിപൊളിയായിട്ടുള്ള BMW, നീല കളർ BMW ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഗൈസ് അവൻ എവിടെ പോയിന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, കുറേ നോക്കി. ദാണ്ട് ഇവിടെ നിൽക്കുന്നു. ഞാൻ എത്ര വിളിച്ചു നിന്നെ കേട്ടില്ല. നീ പുതിയ BMW വണ്ടിയും കാര്യമൊക്കെ തന്നെ മേടിച്ചല്ലേ, എനിക്കൊരു റൗണ്ട് തരുമോ ഓടിക്കാൻ? എടാ, എനിക്ക് ഓടിക്കാൻ തരാൻ ആഗ്രഹമുണ്ടടാ, പക്ഷെ വെറും ഒരു ചീളി ഓട്ടോക്കാരൻ എന്റെ BMW ഒക്കെ ഓടിക്കും എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലടാ. പിന്നെ എനിക്ക് തരാൻ ആഗ്രഹമുണ്ട്, പിന്നെ നാട്ടുകാരൊക്കെ എന്താ പറയുക, നിനക്ക് ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ടുള്ള യോഗ്യത നിനക്കേ ഉള്ളൂ, നിനക്ക് BMW ഓടിക്കാനുള്ള യോഗ്യത ഇല്ലടാ, അതുകൊണ്ട് തരാൻ നടക്കത്തില്ല. എടാ എന്നാടാ ഇങ്ങനെ ചെയ്യല്ലടാ, ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേടാ, എനിക്ക് ഒറ്റൊരു റൗണ്ട് ഓടിക്കാൻ, എനിക്ക് നന്നായിട്ട് ഓടിക്കാനൊക്കെ അറിയാം, ഇടിക്കാതെ ഞാൻ ഓടിക്കാം. നിന്റെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ നിനക്ക് BMW ഓടിക്കാൻ തരത്തില്ല, ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. ശരിടാ ബ്രോ. അപ്പം അവന് നമ്മൾ ഓട്ടോക്കാരനായതുകൊണ്ട് നമ്മളെ പുച്ഛമാണ് യെസ്, നമ്മളോട് ഇവിടെ ഇരുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. നമ്മുടെ ഫ്രണ്ടായാലും ഞാൻ വിചാരിച്ച അവനും എനിക്ക് ഓടിക്കാൻ തരുമെന്ന്, പക്ഷേ പൈസ കൂടിയ ആൾക്കാരെല്ലാം ഇങ്ങനെയായി, മനുഷ്യന്മാരല്ലേ, എന്ത് വേണേലും പണക്കാർക്ക് വിളിക്കാമല്ലോ. എന്നാലും അത് എൻ്റെ മനസ്സിൽ കിടന്ന് അങ്ങ് തിളയ്ക്കുവാണ് ഈ അവനാ പറഞ്ഞത്. ഓക്കെ, ഇപ്പം ഏതാണ്ട് രാത്രി ആവാറായി, എന്നാലും എൻ്റെ മനസ്സിൽ ആ ഒരു കാര്യം പോകുന്നില്ല മച്ചാനെ. അവൻ അങ്ങനെ അത്രയും ഓട്ടോക്കാരെ ഇതാക്കി പറഞ്ഞത് എനിക്കങ്ങ് പിടിച്ചില്ല. ഓക്കെ ഗൈസ്, എന്തായാലും രാത്രി ആയിട്ടുണ്ട്. അപ്പം എനിക്കെന്തായാലും ആ വണ്ടി ഓടിച്ചേ പറ്റൂ. പിന്നെ അവൻ ഓട്ടോറിക്കാരെ അങ്ങനെ വിളിച്ചുകൊണ്ട് നമുക്കത് കേട്ട് നിൽക്കാൻ പറ്റുമോ ഗൈസ്? ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വണ്ടി മോഷ്ടിക്കാൻ പോവാണ്, സ്റ്റീൽ ചെയ്യാൻ പോവുക ആ ഒരു വണ്ടീനെ. അതൊക്കെ അത്രേ ഉള്ളൂ. ഫ്രണ്ട് എന്ന് പറഞ്ഞ് വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്മാരൊക്കെ തലയിൽ കയറി നിരങ്ങും മച്ചാനെ. അതൊക്കെ എത്ര ഉള്ളൂ വെച്ചാൽ, ഈ പണി അല്ലാണ്ട് വേറെ ഒരു പണി നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. 8ന്റെ മുട്ടം പണി കൊടുക്കും കേസ് നമ്മൾ. ഓട്ടോക്കാരൊക്കെ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചുമ്മാ നിൽക്കുമോ? കേസ് ഫുൾ സെറ്റായിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഫുൾ സെറ്റായിട്ട് നമ്മൾ ഇതാണ്ട് വന്നിട്ടുണ്ട്, തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ട്. നമുക്ക് ഓട്ടോയിൽ നിന്ന് പോകണം ഗൈസ്. ഓക്കെ, എന്തായാലും ഓട്ടോയിൽ നിന്ന് പോയേക്കാം. കാര്യമുണ്ട് യെസ്, രാത്രി നമ്മുടെ സിറ്റി കാണാൻ വേറെ പ്രത്യേകത ഒരു വൈബാണ് യെസ്. സോ ഗൈസ്, അപ്പം നമ്മൾ ലൈക്ക് അടിക്കാണ്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തന്നെ ഡു ലൈക്ക്, ആൻഡ് എൻ്റെ ചാനൽ നിങ്ങളുടെ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം ഒറ്റയടിക്ക് സബ്സ്ക്രൈബ് അടിച്ച് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. ഇതാണ്ട് അവൻ്റെ വീടും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഇവിടെ നമ്മുടെ ഓട്ടോ വെക്കാൻ ഗൈസ്. ഗേറ്റ് വഴി പോകണ്ട, ഗേറ്റ് വഴി പോയിട്ടുണ്ടെങ്കിൽ അവന് മനസ്സിലാവും അകത്ത് കമ്പ്യൂട്ടർ ഉണ്ട്. നമുക്ക് മതിൽ ചാടി പോകാം ഗൈസ്, ഇവിടെ മതിൽ ചാടാം ഗൈസ്. ഓക്കെ മച്ചാനെ, സീൻ മതിൽ ചാടിയിട്ടുണ്ട് യെസ്, വേറെ ലെവല്. ഓക്കെ, അതാണ്ട് BMW ഇതുണ്ട് മച്ചാനെ ഇവിടെ. യെസ് BMW യെസ്. കാറ് ലോക്കാ ഗൈസ്. ഗൈസ് കാറ് ലോക്ക. അവൻ കീ വേണം ഗൈസ്, കീ വേണം. ഓ നോ, ബെഡ്റൂമിൽ ഞാൻ നോക്കി, അവൻ നല്ല കൂർക്കം വലിച്ച് കയറി കിടന്നുറങ്ങും. അയ്യോ മെല്ലെ
ചെറുതായിട്ടൊന്ന് വീണു മച്ചാൻ, ചോര പറ്റിയിട്ടുണ്ട്. എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എവിടെ ആയിരിക്കും ഷെൽക്കറൊക്കെ ഞാൻ തപ്പി എവിടെ കിട്ടിയില്ല. ഇവിടെ ഉണ്ടാവോ? പക്ഷേ ഗൈസ് പിന്നെ എവിടെ ആയിരിക്കും ഇവിടെ? വത്ത ബ്രൂ കീ കിട്ടി ഗൈസ്. യെസ് കീ കിട്ടി, BMW കീ. ഓക്കെ നമ്മളെന്തായാലും കീ എടുത്തിട്ടുണ്ട് യേസ്. ഓക്കെ BMW ആണ്, സൈലന്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ അത്രയും ശബ്ദമൊന്നും ഇല്ല, ചെറിയ ശബ്ദം ഉണ്ടാവും. പിന്നെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ അവൻ്റെ കാർ ആയതുകൊണ്ടാണ് ഇത് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഗേറ്റ് തുറന്നത്. അവൻ്റെ കാർ ആയതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഗേറ്റ് ഓട്ടോമാറ്റിക് തുറന്നത്. നമ്മുടെ കാറാണെങ്കിൽ തുറക്കൊന്നുമില്ല. ഇന്നൊരു കാര്യം, അവൻ കേസ് കൊടുക്കും ഉറപ്പായിട്ടും അവൻ കേസ് കൊടുത്തിരിക്കും. കാരണം അവൻ്റെ പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് വേറെ ലെവലായിട്ട്, രക്ഷയില്ല വണ്ടി വേറെ ലെവലായിട്ട് ഓടിക്കാൻ പറ്റും. നമ്മൾ എന്തായാലും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഈ ഒരു ഇത് നമ്മുടെ ഗ്യാരേജിലും കാരണം വണ്ടി കയറ്റുവാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു വണ്ടിയുടെ കളറ് ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നുണ്ട് സീൻ വണ്ടി എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഓക്കെ ഫൈനലി ഞാൻ എല്ലാം പറഞ്ഞ് ഡീലാക്കിയിട്ടുണ്ട്. നമ്മുടെ കാറ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. നാളെ രാവിലെ എണീക്കുമ്പോൾ തന്നെ കാറിൻ്റെ കളറ് റെഡ് ആക്കും എന്നാണ് പറയുന്നത്. സോ അതും മതി ഗൈസ് നമുക്ക്. പിന്നെ അത്രേ ഉള്ളൂ, മോഡിഫൈഡ് അത്രയ്ക്കേ ചെയ്യത്തുള്ളൂ. അപ്പോഴേ മനസ്സിലാവത്തില്ല അവൻ്റെ ഇച്ചിരി ബുദ്ധിക്ക് കുറവുണ്ട്. ഫൈനലി നമ്മൾ താണ്ട് നമ്മുടെ ഓട്ടോറിക്ഷയും കാരണം അവിടുന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ നമുക്കെന്തായാലും ഇവിടെ വെക്കാം, ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ആൻഡ് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിക്കണം മച്ചാ പ്ലീസ്. എത്രയും ഭയങ്കര കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് വീഡിയോ ഇടുന്നത്. പ്ലീസ് ഒന്ന് ഡു ലൈക്ക്. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ക്ഷമിക്കണം. കാരണം ഉടുക്കത്തെ മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മച്ചാൻ ഉടുക്കത്തെ മഴയാണ് ഇവിടം. കാരണം ഉടുക്കത്തെ മഴയായും. ഓക്കെ ഇത്രയ്ക്ക് വീഡിയോ ഇട്ട് കാരണം